നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. എമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ചുള്ള വിവാദം കത്തിപ്പടരുന്നതിനിടെ പൃഥ്വിരാജിനെ പിന്തുണച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുമായി മല്ലിക സുകുമാരൻ രംഗത്ത്. പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ചിലർ ശ്രമിക്കുന്നതിൽ അങ്ങേയറ്റം വേദനയുണ്ടെന്ന് മല്ലിക സുകുമാരൻ ഫേസ്ബുക്കിൽ കുറിച്ചു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. ഈ ചിത്രത്തിൽ സംവിധായകൻ എൻ്റെ മകൻ പൃഥ്വിരാജാണെന്നതിനപ്പുറത്തേക്ക് ചിത്രവുമായി ഒരു ബന്ധവും എനിക്കില്ല. അതുകൊണ്ട് തന്നെ വിവാദങ്ങളോട് പ്രതികരിക്കേണ്ട നിലപാടിലായിരുന്നു ഞാൻ. എന്നാൽ എമ്പുരാൻ എടുത്തതിലൂടെ മോഹൻലാലിനെയും ആന്റണി പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കളെയും പൃഥ്വിരാജ് ചതിച്ചു എന്ന് ചിലർ മനഃപൂർവ്വം പ്രചരണം നടത്തുകയും ചില മാധ്യമങ്ങൾ അത് ഏറ്റെടുത്ത് പ്രചരിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഈ സിനിമയുടെ അണിയറയിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയാവുന്ന എനിക്ക് പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ചിലർ ശ്രമിക്കുന്നതിൽ അങ്ങേയറ്റം വേദനയുണ്ട്. ഇത് ഒരു അമ്മയുടെ വേദനയാണ്. അത് തുറന്നു പറയുന്നതിന്റെ പേരിൽ ആരും എനിക്കെതിരെ ചന്ദ്രഹാസം ഇളക്കിയിട്ട് കാര്യമില്ല. പൃഥ്വിരാജ് തങ്ങളെ ചതിച്ചു എന്ന് മോഹൻലാലോ നിർമ്മാതാക്കളോ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാണ് മല്ലികയുടെ വാദം. ഇനി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മോഹൻലാൽ എൻ്റെ കുഞ്ഞരിജനാണ്. കുട്ടിക്കാലം മുതൽക്ക് ലാലിനെ എനിക്കറിയാം. എൻ്റെ മകനെക്കുറിച്ച് എത്രയോ വേദികളിൽ മോഹൻലാൽ പുകഴ്ത്തി പറഞ്ഞിരിക്കുന്നു. എന്നാൽ ലാലിൻ്റെയോ നിർമ്മാതാക്കളുടെയോ അറിവില്ലാതെ ചിലർ എൻ്റെ മകനെ ബലിയാടാക്കാൻ ശ്രമിക്കുന്നതിൽ അതീവ ദുഃഖമുണ്ട്. പൃഥ്വിരാജ് എന്ന സംവിധായകൻ ഈ പടവുമായി ബന്ധപ്പെട്ടവരെ എന്നല്ല, ഒരു പടവുമായി ബന്ധപ്പെട്ട ആരെയും ചതിച്ചിട്ടില്ല, ഇനി ചതിക്കുകയുമില്ല. എമ്പുരാൻ എന്ന സിനിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഈ കൂട്ടായ്മയിലുള്ള എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അവർ എല്ലാവരും ഒന്നിച്ച് തിരക്കഥ വായിച്ചിട്ടുണ്ട്. എടുക്കുന്ന രംഗങ്ങൾ അപ്പോൾ ഒന്നിച്ചിരുന്ന് കണ്ട് എല്ലാവരും ഓക്കെ പറഞ്ഞിട്ടുണ്ട്. എടുക്കുന്ന ഘട്ടത്തിൽ സീനുകൾ തിരുത്തണമെങ്കിൽ അതിനുവേണ്ടി എഴുത്തുകാരനായ മുരളി ഗോപി എപ്പോഴും സന്നദ്ധനാണ്. പിന്നെ എല്ലാം കഴിഞ്ഞ് സിനിമ ഇറങ്ങിയപ്പോൾ എങ്ങനെ അതിന് പൃഥ്വിരാജിന് മാത്രം ഉത്തരവാദിയാകും? മാസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ഞാൻ മകനെ വിളിക്കുമ്പോൾ അവൻ ഗുജറാത്തിൽ ഷൂട്ടിലായിരുന്നു. ഞാൻ തിരക്കിലാണ് അമ്മേ, ലാലേട്ടൻ വന്നിട്ടുണ്ട്, ഇതുവരെ എടുത്ത ഓരോ രംഗവും ലാലേട്ടനെ കാണിച്ചു കൊടുക്കണം, ആന്റണിയുമായി ചർച്ച ചെയ്യണമെന്നാണ് അവൻ പറഞ്ഞത്. ഇവർ രണ്ടുപേരും അറിയാത്തൊരു ഷോട്ട് പോലും എമ്പുരാൻ എന്ന സിനിമയിലില്ല എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. മോഹൻലാലിന് അറിയാത്ത ഒരു കാര്യവും ഈ സിനിമയിലില്ല. തങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് അവർ രണ്ടുപേരും പറയുകയുമില്ല. പിന്നെ എന്തിനാണ് ഇവരുടെ കൂടെ നിൽക്കുന്നവർ എന്ന് അവകാശപ്പെടുന്ന ചിലർ തെറ്റിദ്ധാരണ പരത്തുന്നതെന്ന് മനസ്സിലാവുന്നില്ല. മോഹൻലാലിനെയും ആന്റണിയെ സുഖിപ്പിച്ചാൽ എന്തെങ്കിലും നേട്ടമുണ്ടാക്കാം എന്ന കാര്യമുണ്ടാകും. അവർ നേട്ടം ഉണ്ടാക്കിക്കൊള്ളട്ടെ. മോഹൻലാൽ അറിയാതെ സ്ക്രിപ്റ്റിൽ പലതും എഴുതി ചേർത്തു എന്നും മോഹൻലാൽ പ്രിവ്യൂ കണ്ടില്ല എന്നുമുള്ള കള്ളപ്രചരണങ്ങളാണ് ഇവർ നടത്തുന്നത്. പ്രിവ്യൂ ഇല്ലാതിരുന്നതുകൊണ്ട് തിരക്ക് ഒഴിവാക്കാനുള്ള ഞാനും എൻ്റെ മരുമക്കളും കൊച്ചുമക്കളും സിനിമ കണ്ടത് റിലീസ് ദിവസമായിരുന്നു. പിന്നെ എന്തിനാണ് നടക്കാത്ത പ്രിവ്യൂ മോഹൻലാൽ കണ്ടില്ലെന്ന നുണ പ്രചരിപ്പിക്കുന്നത്? പൃഥ്വിരാജിനെ ബലിയാടാക്കി എന്തെങ്കിലും നേട്ടമുണ്ടാക്കാമെന്ന ധാരണ ആർക്കുമൊന്നും വേണ്ട. അവന്റെ ഒപ്പം ഈശ്വരനുണ്ട്. ഞങ്ങൾക്ക് മനുഷ്യരെയല്ല, ദൈവത്തെയാണ് ഭയം. ഈശ്വരനാണ് എന്നെയും തന്റെ കുഞ്ഞുങ്ങളെയും ഇതുവരെ വഴി നടത്തിയത്. അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ ശ്രമിക്കുന്നവരെ ഈശ്വരൻ വെറുതെ വിടില്ല. അത് വേണ്ടായിരുന്നു മേജർ രവി എന്നാണ് എനിക്ക് മേജർ രവിയോടും പൃഥ്വിരാജിനെ വേട്ടയാടാൻ ശ്രമിക്കുന്ന മറ്റു ചിലരോടും പറയാൻ ഉള്ളത്. മേജർ രവി ഇത്തരമൊരു പ്രതികരണം നടത്തിയത് ആർക്കു വേണ്ടിയായിരുന്നു? പൃഥ്വിരാജ് ചതിച്ചുവെന്ന് മോഹൻലാലോ ആന്റണിയോ ഒരിക്കലും പറയില്ല എന്നാണ് മല്ലികയുടെ വാദം. എന്നാൽ പൃഥ്വിരാജിനെ ഒറ്റപ്പെടുന്നതുകൊണ്ട് രവിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് എനിക്കറിയില്ല. പട്ടാള ഗ്രൂപ്പുകളിൽ ചിലതൊക്കെ വന്നതുകൊണ്ട് പ്രതികരിച്ചു എന്നാണ് മേജർ രവി എന്നോട് പറഞ്ഞത്. അതിന് എൻ്റെ മകൻ എന്തു പിഴച്ചു? ആരൊക്കെയോ ഉണ്ടാക്കിയ കഥകളാണ് ചിലരിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത്. പൃഥ്വിരാജിനെ ഒറ്റിക്കൊടുക്കാൻ ചില രാഷ്ട്രീയക്കാരും സംഘടനക്കാരും ആരാധകർ എന്ന പേരിൽ ചിലരും വാർത്താ മാധ്യമങ്ങളിലൂടെ മത്സരിക്കുകയാണ്. അതിനിടെ പൃഥ്വിരാജിനെ പിന്തുണച്ച ഒരുപാട് പേരുണ്ട്. അവരെ ഞാൻ മറക്കുന്നില്ല. പാർട്ടിയുടെയോ ജാതി മത ചിന്തയുടെയോ അടിസ്ഥാനത്തിലല്ല മനുഷ്യനെ സ്നേഹിക്കേണ്ടതെന്ന് പറഞ്ഞുകൊടുത്താണ് ഞാനും സുഖുവേട്ടനും മക്കളെ വളർത്തിയത്. എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും സംഘടനകളിലുമുള്ളവരെ സ്നേഹബഹുമാനങ്ങളോടെ മാത്രമേ ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അങ്ങനെയുള്ള ചിലരാണ് കഴിഞ്ഞ കുറേ ദിവസമായി പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നിൽ ചില ചലച്ചിത്ര പ്രവർത്തകരുമുണ്ടെന്ന സംശയം ഞങ്ങൾക്കുണ്ട്. എനിക്കോ മക്കൾക്കോ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞ് അധികാര കേന്ദ്രങ്ങളിൽ നിന്നോ പ്രസ്ഥാനങ്ങളിൽ നിന്നോ എന്തെങ്കിലും സ്ഥാനമാനങ്ങളോ അംഗീകാരങ്ങളോ പിടിച്ചു വാങ്ങാനോ അതിമോഹവുമില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വേട്ടയാടുന്നതെങ്കിൽ അവരോടാണ് ഇക്കാര്യം പറയുന്നത്. പൃഥ്വിരാജ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവന്റെ അച്ഛൻ മരിച്ചത്. നല്ലതും ചീത്തയും പറഞ്ഞു കൊടുത്തു തന്നെയാണ് ഞാൻ എൻ്റെ മക്കളെ വളർത്തിയെന്ന വാദമൊക്കെയാണ് ഇപ്പോൾ മല്ലിക സുകുമാരൻ മുമ്പോട്ട് വെക്കുന്നത്. ഞങ്ങൾ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നവരല്ല. BJPയിലും കോൺഗ്രസിലും CPMലുമുള്ള നേതാക്കളുമായി ഞങ്ങൾക്ക് വളരെ അടുത്ത ബന്ധമുണ്ട്. ഇതൊന്നും സിനിമയിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കിയതിനെ ന്യായീകരണമാകുന്നില്ല എന്ന് മല്ലികയ്ക്ക് മനസ്സിലാവുന്നില്ല. സ്വന്തം മകനെ രക്ഷിക്കാൻ വേണ്ടി രംഗത്ത് വരുമ്പോൾ പറയാത്ത ചിലതുണ്ട്. ഗുജറാത്ത് വംശഹത്യയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന കഥകളുടെ പിന്നാമ്പുറ കഥകൾ ഒന്നും തന്നെ പൃഥ്വിരാജ് സുകുമാരൻ പറയുന്നില്ല. വളരെ നിർദോഷമെന്ന് തോന്നുന്ന രീതിയിൽ പൃഥ്വിരാജ് സുകുമാരൻ ചെയ്തതെല്ലാം തെറ്റ് തന്നെയാണ്. മല്ലികയ്ക്ക് അമ്മ എന്ന രീതിയിൽ അത് മനസ്സിലാകുന്നില്ല എന്ന് മാത്രം. തന്റെ മകനെ വേട്ടയാടുന്നു അല്ലെങ്കിൽ തന്റെ മകനെ മറ്റേതെങ്കിലും രീതിയിൽ കരുവാക്കാൻ ശ്രമിക്കുന്നു എന്ന് വിലപിക്കുന്ന മല്ലികയോട് പൃഥ്വിരാജ് വേട്ടയാടിയ ആളാണോ ദിലീപ് എന്ന സംശയവും ബാക്കി നിൽക്കുകയാണ്. ഇതിനിടയിലാണ് ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെ വരുന്നത്. ഏതായാലും പൃഥ്വിരാജിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് സിനിമാ രംഗത്തുള്ളവർ നൽകിയിരിക്കുന്നത്. പൃഥ്വിരാജിന്റെ സ്വഭാവവും കാര്യങ്ങളും ഒക്കെ വ്യക്തമായി അറിയുന്നത് കൊണ്ട് തന്നെ സിനിമാ രംഗത്തു നിന്നും പൃഥ്വിരാജിന് യാതൊരു പിന്തുണയും ഉണ്ടാവില്ല എന്ന് നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. ആകെ രാഷ്ട്രീയം നോക്കി
രാഷ്ട്രീയത്തിന്റെ ബലത്തിൽ മാത്രം പ്രതികരിച്ചിരിക്കുന്ന പിണറായി വിജയനും അതുപോലെ തന്നെ വി ഡി സതീശനും അടക്കമുള്ളവർ നൽകുന്ന പിന്തുണ മാത്രമാണ് ഇപ്പോൾ ബാക്കിയാവുന്നത്.